വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഈ ചെന്നൈ വ്ളാഡിവസ്റ്റോക്ക് കോറിഡോറും പിന്നെ ഈ ധർമ്മസ്ഥലയില് മറ്റുള്ളവർ അറിയാത്ത കാര്യങ്ങളും പിന്നെ അതല്ലാതെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട പല പല പുതിയ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് റഷ്യൻ ഒന്നാം ഉപപ്രധാനമന്ത്രി ഡെനീസ് മാൻറ്റുറോവ് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. വളരെ ആ, കാലിക പ്രസക്തിയുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ അമേരിക്കയുമായിട്ട് നമ്മളിപ്പോ താരിഫ് അതിഭീകരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്ക് പല ആൾക്കാരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയും ചൈനയും ഒക്കെ നമ്മൾ തമ്മിലടിപ്പിക്കാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു. അവരെങ്ങാനും ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയുടെ ആഫീസ് പൂട്ടിപ്പോവും. ഇത്രയും നാള് പണിയെടുത്ത് എല്ലാം വെള്ളത്തിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് ഇപ്പൊ ഇന്ത്യയും ചൈനയും ഒന്നിക്കുകയാണ്. ഇന്ത്യയും ചൈനയും ഒന്നിച്ചപ്പോഴാണെങ്കിൽ ഏറ്റവും വലിയ വിറ്റ് നമ്മുടെ ഇയാളുണ്ടല്ലോ ഷീ ജിൻപിങ് പറഞ്ഞിരിക്കുകയാണ്, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം ഇന്ത്യ പറഞ്ഞു, പറയൂ. യഥാർത്ഥത്തിൽ COVID-19 ഒറിജിനേറ്റ് ചെയ്തത് US-ലാണ്, ഞങ്ങളുടെ തെളിവുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് വേണ്ട, അതേ തൊട്ട് കളിക്കണ്ട എന്നൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ചൈന അങ്ങ് കത്തി കയറുക, ഇന്ത്യൻ മണ്ണിൽ വന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അതായത് ഈ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, സൂചി കയറ്റ ഇടം കൊടുക്കുമ്പോൾ ഒലക്ക കയറ്റുന്നെന്ന് പറയില്ലേ, അതാണ് ചൈനയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായാലും ചൈനയെ നമ്മളൊരു ഒരു ഒരു ഗ്യാപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത്. അതിനിടയിൽ ട്രംപിന് ഒരു ഒരു ബോധോദയം വന്നിട്ടാണോ എന്ന് അറിയില്ല. ഇയാളുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള സെർജിയോ ഗോർ എന്ന് പറയുന്ന റഷ്യൻ വംശജനാണെങ്കിലും അയാൾ ഇപ്പോൾ അമേരിക്കയിൽ ഇയാളുടെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. അയാളെ ഇന്ത്യയിലെ അംബാസഡറായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് ഇയാൾ വർത്തിക്കാനാണെന്ന് പറയുന്നു. ട്രംപിന് മനസ്സിലൊരു ഭയമുണ്ട്, വ്യാപാര കരാറൊക്കെ ഒന്നുകൂടെ പൊടി തട്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിനിടയിൽ ട്രംപിനെ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യം, സെലൻസ്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പുടിൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാഷിംഗ്ടണിൽ വെച്ചല്ല, ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ സമാധാന ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങൾ അവിടെ ഈ മാധ്യമങ്ങൾ തന്നെ പരത്തുന്നുണ്ട്. ഈ അമേരിക്കയിൽ ട്രംപിനിട്ട് ഏതൊക്കെ അവസരത്തിൽ കൊട്ടാൻ പറ്റുമോ ആ രീതിയിലെല്ലാം യവന്മാര് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്റെ തലവേദന സഹിക്കുന്ന മൊത്തം ഇന്ത്യയാണ്. യവന്മാര് പറയും ന്യൂഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നൊരു അഭ്യൂഹം കേൾക്കുന്നുണ്ട് കേട്ടോ. ഉടനെ ട്രംപ് പറയും, ആണോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടെ നിങ്ങോട്ട് ഫർണിച്ചർ ഇറക്കുമതി ചെയ്യുന്നില്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞേര്. കഴിഞ്ഞ ദിവസം ഫർണിച്ചർ ഇറക്കുമതി നിർത്തിവെച്ച് കണ്ടകാലം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ അങ്ങനത്തെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ കുറച്ച് നാളൊക്കെ കഴിഞ്ഞേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവും. ഇപ്പൊ സെലൻസ്കി ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നു, ട്രംപ് അതിന് തുരങ്കം വയ്ക്കുമെന്ന് അറിയില്ല. എന്തായാലും വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിനിടയിൽ ഈ റഷ്യ ട്രംപിന് ഒരു വമ്പൻ തിരിച്ചടി കൊടുത്തുകൊണ്ട് റഷ്യ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ യുദ്ധം നമ്മൾ നിർത്താൻ തയ്യാറാണ്, പക്ഷെ ആ ക്രെംലിനും ഡൊണക്സ്ക് എന്ന് പറയുന്ന സ്ഥലവും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ട്രംപ് പോയി യുക്രൈൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ കൊടുത്തേരെ എന്ന് പറഞ്ഞു. അപ്പൊ നാറ്റോ പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അത് കൊടുക്കാനാണ് യുദ്ധം തുടങ്ങി വെച്ചത്, ഇത് അവസാനം കീഴടങ്ങുന്നതിന് തുല്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോ പുടിൻ പറഞ്ഞു, തരാൻ പറ്റൂലേ, ഓക്കെ വേണ്ട എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് സൈന്യത്തെ നീക്കിയതേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് സൈന്യത്തെ നീക്കി. ഇപ്പോൾ ഏറ്റവും വലിയ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊണക്സ് എന്ന് പറഞ്ഞ പ്രദേശത്ത് 2 ഗ്രാമങ്ങൾ അവിടെ പിടിച്ചെടുത്തു. അപ്പൊ അത് ട്രംപിന് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വരുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ വാഷിംഗ്ടണിന്റെ ഭീഷണിയെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും കൂടെ വേറൊരു വമ്പൻ തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യയിലേക്ക് നടത്തുന്നത്, റഷ്യ നടത്തുന്നത്, അത് ഇന്ത്യ മറിച്ച് വിൽക്കുന്ന, യൂറോപ്പിലേക്ക് വിൽക്കുന്നത് ഇന്ത്യ പണക്കാരാക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരുന്നു. ഇന്ന് ജയശങ്കർ അതിന് ഭയങ്കര കിടുക്കാച്ച ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടെന്ന്, ബാക്കിയുള്ളവർ മേടിച്ചോളും, നിങ്ങൾ മേടിക്കണ്ട, നിങ്ങളും ഞങ്ങളെ എണ്ണ മേടിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മേടിക്കണ്ട എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതായത് ഇന്ത്യയും റഷ്യയും കൂടെ വലിയൊരു പ്രതിരോധ സംവിധാനത്തിന് തുടക്കമിടുകയാണ്. US സമ്മർദ്ദത്തെ മറികടന്ന് ഇന്ത്യയും റഷ്യയും വടക്കൻ കടൽപാതയിലും വടക്ക് തെക്ക് ഇടനാഴിയിലും സംയുക്ത പര്യവേക്ഷണത്തിന് ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, റഷ്യയെ നമ്മുടെ ഒരു പങ്കാളിയാക്കുമ്പോൾ മാക്സിമം റഷ്യയെ എത്രത്തോളം നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ ആർട്ടിക്കും അന്റാർട്ടിക്കും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ റഷ്യക്കുള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത് നിസ്തുലമാണ്. അമേരിക്കയ്ക്ക് പോലും ഇല്ല. അവിടെ ആണെങ്കിൽ ഇനിയിപ്പം ബാരൽ കണക്കിന് ക്രൂഡ് ഓയിൽ അവിടെ കിടക്കുന്നു എന്നാണ്, അതൊക്കെ ഇനി കുഴിച്ചെടുക്കണം. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ റഷ്യക്കുള്ള ഒരു ഹോൾഡ് അതിഭീകരമാണ്. ഇന്ത്യ ഇനി പറഞ്ഞോന്നറിയില്ല, അവിടെ
അവിടെയൊക്കെ പോയി ധൈര്യമായിട്ട് പരീക്ഷണം നടത്തിക്കും, നമ്മൾ മേടിച്ചോളാം, എന്നിട്ട് നമ്മൾ മറിച്ചടിച്ചോളാം എന്ന് പറഞ്ഞോന്നറിയില്ല. എന്തായാലും ഇപ്പൊ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ US സമ്മർദ്ദത്തെ മറികടന്ന് ഇന്ത്യയും റഷ്യയും ഈ വടക്കൻ കടൽപാതയിലും വടക്കൻ തെക്കിടനാഴിയിലും നടത്തുന്ന പര്യവേക്ഷണം? എന്താണ് ഇതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്? ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്നാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇവർ ഈ പറയത്തക്ക രീതിയിലൊരു വലിയ എന്നുള്ളൊരു സെറ്റപ്പ് അതിനകത്തുണ്ടോ? ഈ നമ്മളെല്ലാവരും രാഷ്ട്രീയ വാർത്തകൾ, അന്തർദേശീയ വാർത്തകളൊക്കെ കാണുന്നില്ല. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് സയൻസ്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് സയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒക്കെ കോഴ്സ് നടത്തുന്നുണ്ട്. ഡിഗ്രിയും PGയും അതിന്റെ PhDയും ഉണ്ട്. അതുക്കും മേലെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുക്കും മേലെ എങ്ങനെയാണ് പൊളിറ്റിക്കൽ രാഷ്ട്രീയം കളിക്കുന്നത് നരേന്ദ്രമോദി കാണിച്ചു തരികയാണ്. അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. സത്യം ഞാനിവിടെ പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിനെ പൂഴ്ത്തി പറയാം. അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഒരു 10 വർഷം മുമ്പ് വരെ നമ്മുടെ നേതാക്കന്മാർ, അത് BJPയുടെ ആയാലും കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ഒക്കെ നേതാക്കന്മാർ ഒന്നുകിൽ സംസ്ഥാന ലെവൽ അല്ലെങ്കിൽ ദേശീയ ലെവൽ നിന്ന് കളിക്കുന്ന രാഷ്ട്രീയക്കാരായിരുന്നെങ്കിൽ അതുക്കും മേലെ ഇന്റർനാഷണൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് വരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അത് ആദ്യമായിട്ട് വന്നതും അത് കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ ഹീറോ എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിമാർ ഇതിനു മുമ്പ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നെങ്കിലും വേൾഡ് പൊളിറ്റിക്സ് കളിക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരൊറ്റ പ്രധാനമന്ത്രിമാർ പോലും ഇല്ലായിരുന്നു. അത് പക്ക ഒരു കാര്യമാണ്. ഇതുവരെ വേൾഡ് പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ പറയുന്നത് അതായിരുന്നു വേൾഡ് പൊളിറ്റിക്സ്. പിന്നെ റഷ്യ എന്ത് പറയുന്നു അതായിരുന്നു. ഈ രണ്ട് അതായത് UDF LDF പോലത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കാലം കുറെയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഈ പൊളിറ്റിക്സിനെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ, അതായത് നമ്മുടെ ഈ നാട്ടിലൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും UDF LDF ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലാതെ ചില പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. അതിന് നമ്മൾ പൊളിറ്റിക്സ് സയൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. ഇപ്പോൾ എന്താണ് NSS, SND, ജമാഅത്തുകൾ എന്നൊക്കെ പറയുന്നതാണ് പ്രഷർ ഗ്രൂപ്പുകൾ. അപ്പം പിന്നീട് കാലം പുരോഗമിച്ചപ്പോ ഇറാൻ, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻസ്, ISIS തുടങ്ങിയ പ്രഷർ ഗ്രൂപ്പുകൾ ഉയർന്നു വരാൻ തുടങ്ങി. ആദ്യകാലത്തെ പ്രഷർ മതപരമായിരുന്നെങ്കിൽ പിന്നീട് കുറച്ചുകൂടി മാറി അത് പൊളിറ്റിക്കലി ആയിട്ടുള്ള തീവ്രവാദ ലൈനിലേക്കുള്ള പ്രഷർ ഗ്രൂപ്പുകളായിട്ട് മാറി. അപ്പോഴും ഈ അമേരിക്ക, റഷ്യ എന്നുള്ള അവിടെ വലിയ ഒരു പൊളിറ്റീഷ്യൻ കടന്നു വരികയാണ്. അതാണ് ശ്രീ മോദി. കൃത്യമായി ഇന്ത്യയിൽ എങ്ങനെയാണോ BJPയും ഇല്ലെങ്കിൽ BJPയുടെ ഈ നരേന്ദ്രമോദിയും ഒക്കെ ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്, അതിന് സെയിം നമ്മളൊരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇന്ത്യയിൽ എന്താണ് കാണിക്കുന്നത്? ഒരുത്തം നമുക്ക് പണിയെന്ന് തോന്നുമ്പോൾ അവന്റെ പാർട്ടിയെ നെടുകെ പുലർത്തുക, ഇല്ലെങ്കിൽ അവന്റെ പാർട്ടിയെ വിഴുങ്ങുക, ഇല്ലെങ്കിൽ അവനെ കാലേവാരി നിലത്തടിക്കുക, ഇല്ലെങ്കിൽ അവനെ ഒതുക്കുക, അവന് മറുകൃതി കാണിക്കുക. TDP ചന്ദ്രബാബു നായിഡു ഈ അടുത്ത് മറുകണ്ഠം ചാടുമെന്നൊക്കെ വലിയ വാർത്ത ഉണ്ടായിരുന്നു. അനിൽ അംബാനിയൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ ഫണ്ട് ചെയ്യും, മാറും എന്നൊക്കെ പലരും യൂട്യൂബ്. അതേ സമയത്ത് തന്നെ ഒരു തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചുകൊണ്ട് DMKയുടെ പിന്തുണയ്ക്ക് വേണ്ടി നടത്തുന്ന മറു നീക്കം, സമാനമായ നീക്കമാണ് നരേന്ദ്രമോദി ഇന്റർനാഷണൽ തലത്തിൽ നടത്തുന്നതെന്ന് പറയാം. അമേരിക്ക എല്ലാവരും കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്ക അങ്ങോട്ട് വിറപ്പിക്കും. ഈ ട്രംപ് വരുമ്പോൾ കുറെ സ്വപ്നങ്ങൾ ഈ ഇന്ത്യയിലുള്ള കുറെ ഊളകൾക്കുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വന്ന് നമ്മളെ മൂക്ക് വലിച്ചു കയറ്റും, ദൈവരാജ്യം ഉടനെ അവിടെ വരും, പിന്നെ ഇങ്ങനെ പറയുന്ന കാര്യം ഇനി മോദി കേൾക്കുന്നു എന്നൊക്കെ. അതിന് മോദി ഒരു വട്ടം കൂടെ ജനിക്കണം. കാരണം ഒന്നുമില്ലാതെ ഇരുന്നിടത്തുനിന്ന് നിന്ന് ലോകത്തിന് നെറുകയിൽ ആ മനുഷ്യൻ എത്തിയത് വെറുതെ അല്ല, ഭാഗ്യം കൊണ്ട് മാത്രമല്ല, ഹാർഡ് വർക്കും ബുദ്ധിയും കൊണ്ട് എത്തിയതാണ്. അത് വന്നിട്ട് എന്താണ് ഇത്? ഒരു പട്ടിയുടെ വില, ഒരു പുല്ല് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ട്രംപ് പറയുന്നതിനൊക്കെ. എന്താണെന്നറിയാവോ? ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ശ്രീ AB വാജ്പേയി അടക്കം, ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ളവർ നമുക്ക് കാണിച്ചെന്നൊരു വഴിയുണ്ട്. അതായത് അന്ന് നമ്മൾ പട്ടിണിയും പരിവട്ടവും ഗതികെട്ടവരുമായിരുന്നെങ്കിൽ അന്ന് നമ്മൾ മുട്ടുമടക്കാതെ നിന്നപ്പോൾ പിന്നീട് അമേരിക്ക തിരിച്ചു വന്നൊരു ചരിത്രമുണ്ട്. ഞാൻ ഇപ്പൊ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്ക് 88-ലെ ചരിത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ നമുക്കൊരു ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അന്നൊന്നുമില്ല അന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നതിന്റെ ഫലമായിട്ട് പിന്നീട് അമേരിക്ക തന്നെ ഉപരോധമൊക്കെ മാറ്റി തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പൊ അതിനേക്കാൾ സ്പീഡ് വരുമെന്ന് ഓരോ ഇന്ത്യക്കാരും വിശ്വസിക്കുന്നു. ഇന്നലെ നാഗപ്പൂര് ഒരു വലിയ പ്രകടനമുണ്ടായിരുന്നു, ട്രംപിന്റെ കോലമൊക്കെ വെച്ചിട്ട്. അതിനകത്ത് അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മടങ്ങി വരും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങളെ വരട്ടാൻ നോക്കാൻ. അപ്പം ആ രീതിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു വിവരമുണ്ട്. ഇന്ത്യയിലുള്ള റഷ്യൻ അംബാസഡർ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്,
ഇനി നാളെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചാലും ഇന്ത്യക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന LNG, ഒപ്പം തന്നെ എണ്ണ, ഗ്യാസ്, ഇതൊന്നും ഒരു ബ്ലോക്കും ഉണ്ടായില്ല. അതിനൊക്കെയുള്ള വഴി ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, സുഗമമായി നടക്കും. അതാണ് ഇപ്പൊ ധനുഷ് പറഞ്ഞിരുന്ന റൂട്ട്. അതിലേക്ക് വരും മുമ്പ് നരേന്ദ്രമോദിയെ ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് തരാം. പാകിസ്ഥാന്റെ കരസേനാ മേധാവി അമേരിക്കൻ മണ്ണിൽ ചെന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു വലിയ ഭീഷണി മുഴക്കിയിരുന്നു, ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത്. ഇവിടെ നരേന്ദ്രമോദി അതിന് സമാനമായി മറ്റൊരു നീക്കം നടത്തി. അതായത് ചൈനീസ് അംബാസിഡർ, ആ ഒരു വാല്യൂ തന്നെ നമ്മൾ മുനീറിന് കൊടുക്കുന്നുള്ളൂ. ആ ചൈനീസ് അംബാസിഡർ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, ഈ രാഷ്ട്രത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല, ഇന്ത്യക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്ന്. അല്ല, വിദേശകാര്യമന്ത്രി പറഞ്ഞെങ്കിൽ അംബാസഡർ വന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അംബാസഡർ ഏതൊരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായിട്ട് പുള്ളി വളരെ ഒച്ചത്തിലാണ്, പരസ്യമായിട്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത്, കീഴ്പ്പെടുത്താമെന്ന് ട്രംപ് കരുതണ്ട. എന്തിനാണ് ഉള്ള മറുപടി? ഇന്ത്യയുടെ ശത്രു എന്ന് കരുതുന്ന ചൈനയെ കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്ത്യ ട്രംപിന് കൊടുപ്പിച്ചു. അതല്ലേ മാസം? അതായത് പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവിയെ അമേരിക്ക വിളിച്ചു നിർത്തിയിട്ട് അവന്റെ അടുത്ത് പറയാ, ട്രംപ് പറഞ്ഞു കൊടുക്കുക, നീ ആണവായുധം ഉപയോഗിക്കുന്നു പറയാം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ ചൈന കണക്ക് ഒരു വൻ രാജ്യത്തിന്റെ അംബാസഡർ, അംബാസഡർ തീർന്നുള്ള വാല്യൂ തന്നെ നമ്മൾ ഈ അംബാസഡറിന് കൊടുക്കുന്നുള്ളൂ. കാരണം ഒരു ചെറിയ അംബാസഡർ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ചെറുതായിട്ട് തോന്നും, അല്ല, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് ആലോചിക്കണം. ചൈന എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, അംബാസഡർ എന്നല്ല നമ്മൾ അതിന് പറയുന്നത്, ഒരു രാജ്യം എന്ന് തന്നെ പറയുന്നത്. അതിന് കൃത്യമായൊരു മറുപടി ട്രംപിന് ഈ മണ്ണിൽ നിന്ന് കൊടുപ്പിച്ചു. അതാണ് പൊളിറ്റിക്കൽ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഈ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു, ഈ ഉപരോധമല്ല ട്രംപിന്റെ മനസ്സിൽ, ഈ താരിഫ് അല്ല ട്രംപിന്റെ മനസ്സിൽ, ഉപരോധമാണ്. ഉപരോധം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട് ഉപരോധം പ്രഖ്യാപിക്കുന്നത് പറഞ്ഞാൽ പുള്ളിക്ക് അല്പം ഭയം ഇപ്പോഴുണ്ട്. കാരണം ഇന്ത്യയുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച്, ഇപ്പോഴത്തെ ക്യാരക്ടർ അനുസരിച്ച് ഉപരോധം പിന്നുള്ള വഴി അടഞ്ഞു പോകും. പണ്ട് കണ്ണന്തിരിവ് കാണിച്ചതിന്റെയാണ് 30 വർഷം UK ഇന്ത്യയുമായിട്ടൊരു ഡീല് നടത്താൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴാണ് അത് ശരിയായി വന്നത്. ആ ഒരു കളിക്ക് വേണോ വേണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റൂട്ടിന്റെ പ്രസക്തി വരുന്നത്. ഈ റൂട്ട് ധനുഷ് കറക്റ്റാണ്. ഈ ആർട്ടിക് അന്റാർട്ടിക്ക മേഖലയിൽ റഷ്യക്കുള്ള അത്ര സ്വാധീനം അമേരിക്കയ്ക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് യൂറോ ഏഷ്യ റൂട്ടാണ് ഈ പറയുന്ന NSR അഥവാ ആർട്ടിക് മഹാസമുദ്രം വഴി നടത്തുന്ന നോർത്ത് സീ റൂട്ട് എന്ന് പറയുന്ന ഒരു റൂട്ട്. അത് വളരെ വലിയ റൂട്ടാണത്. കിഴക്കോട്ട് വന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ വഴി യൂറോപ്പിലേക്ക് പോകുന്ന, റഷ്യ പരമ്പരാഗതമായി തന്നെ ഗതാഗതത്തിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളുമായിട്ട് റഷ്യക്ക് അങ്ങനെ ഒരു ഡീൽ ഇല്ല. ഇവിടെ വേറൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ധനുഷ് ഈ സബ്ജക്ട് എടുക്കുമ്പോൾ അതിനകത്തൊരു വലിയ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മളുമായിട്ട് റഷ്യ വലിയ ദോസ്തായിരുന്നെങ്കിലും ഈ റൂട്ട് വഴി നമുക്ക് വലിയ ട്രേഡിങ്ങിനായിട്ട് റഷ്യ തുറന്നു തന്നിട്ടില്ലായിരുന്നു. 2023-20 ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഒരു തുറന്നു കൊടുത്തത്. അതായത് 24-25, അതായത് ഈ വർഷം അവസാനമൊക്കെയാണ്, തുടക്കത്തിലായിരുന്നു ഈ ONGC ഒക്കെ ആയിട്ട് ഈ റൂട്ടിന് വേണ്ടി കരാർ ഒപ്പുവെക്കുന്നു. ഇപ്പൊ റഷ്യ പറയുന്നു 2030 90 മില്യൺ പ്രകൃതിവാദം. അതായത് ഇവര് ഉപയോഗിക്കുന്നത്, റഷ്യ ഈ റൂട്ടും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ വാതകമുള്ള ഗ്യാസും എണ്ണയും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഈ പര്യവേഷണവും ഒപ്പം തന്നെ സൈനികാഭ്യാസവും തീരുമാനമുണ്ട്. ഇപ്പം റഷ്യ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് അറിയാമോ? ഗ്യാസും എണ്ണയും മാത്രമല്ല, പകരം ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ റൂട്ടുകൾ വരുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു റൂട്ട് ഉണ്ടായിരുന്നു, വ്ളാഡിവിസ്റ്റോക്ക് റൂട്ടിന്റെ പറഞ്ഞിരുന്നു. പിന്നെ വ്ളാഡിവിസ്റ്റോക്ക് റൂട്ട് വഴി റഷ്യയിൽ നിന്നൊരു ഇന്ത്യയിലെത്തി 35 ദിവസം വേണം. നേരെ മറിച്ച് ഈ പറയുന്ന റൂട്ട് വഴി ഇന്ത്യയിലെത്താൻ 15 ദിവസം മതി. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. കാരണം ഈ നമ്മുടെ രാജ്യങ്ങൾ ഇപ്പൊ കുറച്ച് ഈ വടക്കൻ കടൽപ്പാത എന്ന് പറയുമ്പോ ഈ NSR റൂട്ടാണല്ലേ, അതായത് നോർത്തേൺ സീ റൂട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്ക് ആർട്ടിക് സമുദ്രത്തില് വലിയ വിശാലമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അതെന്താണ് ഇന്ത്യക്കുള്ള വിശാലമായിട്ടുള്ള താല്പര്യങ്ങളെന്ന് പറയുന്നത്? അല്ല, അതൊരു നിർണായകമായ റൂട്ടാണ് ഒന്ന്. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞ ഈ സാധാരണ കപ്പൽ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വലിയ എണ്ണശേഖരം, പ്രകൃതിവാതകം, മറ്റ് അമൂല്യമായ ധാതുക്കളുടെ ഒക്കെ ഒരു വലിയ പരിവേഷണം ചെയ്യാനായിട്ട് റഷ്യക്ക് ഒരു വലിയ സംവിധാനം തന്നെ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കൻ റഷ്യകളൊക്കെയുള്ള രാജ്യങ്ങളിൽ 2ാം ലോകമായതിനു ശേഷം അവരുടെ പര്യവേഷണങ്ങളൊന്നും ആരെയും കമ്പനി പിടിക്കത്തില്ല, പാർട്ട്ണർഷിപ്പ് ഒന്നും അവർക്കില്ല, അവരൊറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ റഷ്യ സാമ്പത്തികമായി ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്ന് മന്ദീഭവിച്ചു.
അപ്പൊ ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇന്ത്യയും റഷ്യ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ കൊടുക്കൽ വാങ്ങലല്ല, ഈ ഷെയർ പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്ന മുഴുവൻ. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം കൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് റെഡിയാക്കി കിട്ടും. ഇപ്പൊ ഈ എണ്ണയും എന്തിനാണ് ഈ റൂട്ട് ഇപ്പൊ ധൃതി പിടിച്ച് ഇരു രാജ്യങ്ങളും കൂടെ ക്ലിയർ ആക്കി എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് മാത്രം എണ്ണയും ഗ്യാസും അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഇപ്പം നമ്പർ 1 കച്ചവടക്കാരനാണ് എണ്ണയുടെ. മുമ്പ് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് എണ്ണ കച്ചവടക്കാരനാണ്. നമ്പർ 1 എണ്ണ വിതരണം ചെയ്യുന്ന ആളാണ്. അമേരിക്ക വരെ ഇന്ത്യയിൽ നിന്നാണ് ശുദ്ധീകരിച്ച എണ്ണ മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ എസ് ജയശങ്കർ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിർത്തിപ്പൊക്കോ. അമേരിക്കയോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എണ്ണ വാങ്ങണ്ട, മറ്റുള്ളവർ മേടിച്ചോളൂ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇത് ലാഭകരമായ ഒരു റൂട്ട് തന്നെയാണ്. കാരണം ഇന്ത്യയിലേക്ക് എത്തുന്നു, ഇവിടെ പ്യൂരിഫൈ ചെയ്യുന്നില്ല, റിഫൈൻ ചെയ്തതിന് ശേഷം ഈ എണ്ണ വിൽക്കുകയാണ്. ഈ പണി തന്നെയാണ് ചൈനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മേഖലയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ശരിക്കും റഷ്യ ഉക്രൈൻ വാർ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടി ഭംഗിയ സിംഗപ്പൂർ ആയാലും ഇന്ത്യയിലായാലും അംബാനിയുടെ റിഫൈനറി ജാംനഗറിലുള്ള ഗുജറാത്തിലെ തകർത്തുകള എന്നൊക്കെ മുനീർ പറയുന്നതിന്റെ കാരണം അതാണ്. ഇതാണ് ഇതിന്റെ ഒരു വളരെ വലിയ നീക്കം എന്ന് പറയുന്നത്, ചരിത്രപരമായ ഒരു നീക്കം എന്ന് പറയുന്നത്. കാരണം നാളിതുവരെ ഇന്ത്യക്കായിട്ട് വലിയ രീതിയിൽ തുറന്നു കൊടുക്കാതിരുന്ന റൂട്ടാണ് ഇപ്പൊ തുറന്നു കൊടുക്കുക. ആ മേഖല ഇന്ത്യയുടെ അണ്ടറിലേക്കാണ്. ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർണായകമായ ഒരു ജിയോ പൊളിറ്റിക്കലി തന്നെ ഒരു വലിയ മേഖല തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ഡെവലപ്മെന്റ്സ് എന്ന് തന്നെ പറയാൻ കഴിയും. ഇതിനിടയിലാണ് സെലൻസ്കിയുടെ അംബാസിഡർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ താല്പര്യമുണ്ട് സെലൻസ്കി എന്ന്. ഇന്ത്യ ഔദ്യോഗികമായി ഇപ്പോൾ സെലൻസ്കിയെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം സെലൻസ്കി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി സംസാരിച്ചപ്പോൾ സെലൻസ്കി പറഞ്ഞ കാര്യം, യുദ്ധാനന്തരം യുക്രൈന് നിങ്ങളുടെ സഹായം വേണ്ടിവരും. കാരണം നമുക്കറിയാം, യുദ്ധം കഴിയുമ്പോൾ ഒരു രാജ്യം നിക്കർ കയറി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പം ഉടുവിന് നിക്കർ തൊട്ട് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് കിട്ടുമെന്ന് കരുതാൻ കഴിയത്തില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണം, അരി വേണം, മെഡിക്കൽ സേവനങ്ങൾ വേണം, റോഡ് വേണം. ഇതെല്ലാം താറുമാറായപ്പോൾ യുദ്ധം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വലിയ യുദ്ധം നമ്മൾ അഭിമുഖീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ക്രൈസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഉക്രൈനുമുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സഹായം വേണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ ലോകത്തിലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലായാൽ തന്നെ എന്താണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഗസയുമായിട്ടുള്ള യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഉടൻ ഈ ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേലില് ഞങ്ങളുടെ റോഡിന്റെ പണി ആരംഭിക്കും. 100 റോഡുകളാണ് ഇസ്രായേലിലെ ചെറുതും വലുതുമായിട്ട് റോഡിന്റെ കോൺട്രാക്റ്റാണ് ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഗസയുമായിട്ടുള്ള ഇപ്പോഴും റോഡിന്റെ പണി ആക്ച്വലി അവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കുക. അപ്പം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, അവരുടെ ക്വാളിറ്റി ഉണ്ട്, പൈസയും കുറവാണ്, അതുകൊണ്ടാണ് അവരുടെ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യ റഷ്യ ബന്ധം കുറച്ചുകൂടി ദൃഢമാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ വാർത്ത എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് പോലും വലിയ അറിവുണ്ടായിരുന്നു ഇന്ത്യ റഷ്യ തമ്മിൽ ഭയങ്കര ചങ്കാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ ഇങ്ങനെ ഒരു റൂട്ടിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഓൾറെഡി വരുന്നുണ്ട്, അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ എളുപ്പം. നമുക്കറിയാം, ഈ ഷിപ്പിംഗ് കമ്പനികളിലൊക്കെ ഈ ചാർജ് കൂടുന്നതിന്റെ ഒക്കെ ഒരു പ്രധാന സാമ്പത്തികമായി ഇപ്പൊ പാകിസ്ഥാനെ ടൈറ്റ് ആകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ നമ്മുടെ വാർഷിപ്പുകൾ ഇപ്പോഴും ഈ കറാച്ചിയുടെ നമ്മുടെ ഇന്ത്യൻ തീരത്ത് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവന്മാരുടെ ഷിപ്പ് കറങ്ങിപ്പോകേണ്ട അവസ്ഥ. കാരണം ഇന്ത്യൻ പോർട്ട് ഇപ്പോൾ ഇവരുടെ ഷിപ്പ് എടുക്കാൻ അനുവദിക്കുന്നില്ല പാകിസ്ഥാന്റെ. അപ്പൊ ഇവർ കറങ്ങിട്ട് ചെറിയ ബോട്ടുകളിൽ കൂടെ വേണം ഇവർക്ക് ചരക്ക് ഇവരുടെ തുറമുഖത്തേക്ക് എത്തിക്കുക. ഇത് ഭയങ്കര ചാർജ്. അതായത് ഒരു ഷിപ്പ് ഒരു ദിവസം എക്സ്ട്രാ ഓടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ചെലവാണ്. ആ ചെലവ് എവിടെയാണ് വരുന്നത്? ഈ ഉൽപ്പന്നത്തിന് മുകളിലല്ലേ വരൂ. അതായത് ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി 10 ദിവസം എത്തും, 10 ദിവസം ചിലവാകും. അതിന്റെ എക്സ്പെൻസീവും കൂടെ ഈ പ്രൊഡക്റ്റിന് മുകളിൽ വരും. അപ്പം 35 ദിവസം കൊണ്ടാണ് ചെന്നൈ വ്ളാഡിസ്കോ റൂട്ടിൽ കൂടെ ഗ്യാസും ഓയിലും എത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് വരുമ്പോൾ 15 ദിവസം കൊണ്ട് ഇവിടെ എത്തും. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും, എണ്ണയ്ക്ക് വില കുറഞ്ഞ് ലോകത്ത് ഒരു രാജ്യം അങ്ങനെ വില കുറച്ച് കൊടുക്കാറില്ല. 106 രൂപയെ തന്നെ കേരളത്തിൽ 94-96 കൊണ്ട് ഉള്ളത് തമിഴ്നാട്ടില്. ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ 100-ന് താഴെ. 100 രൂപയ്ക്ക് താഴെ പെട്രോൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ഇതുപോലെ റഷ്യയുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ എണ്ണ എരണ്ണായാലും ഇല്ലെങ്കിൽ മറ്റു തരത്തിലായാലും മേടിക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ഓരോ ഇന്ത്യക്കാർ. അല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ എണ്ണ മേടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലെ വന്ന് മോദി ടാങ്കിനകത്ത് എണ്ണ ഒഴിച്ചു തന്ന് പോക്കറ്റ് മണിയായിട്ട് 1000 രൂപയും തന്ന് ഇന്നെന്താ പരിപാടി എന്ന് ചോദിക്കും എന്ന് കരുതുക ചെയ്യരുത്. അങ്ങനെ പറയുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. അത് കേരളത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സംസാരിക്കേണ്ടതായി വരുന്നത്. കാരണം നമ്പർ 1 പ്രബുദ്ധരാണ് എന്ന് നാം തന്നെ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ
മറ്റേ ഒരു സിനിമയിൽ ദിലീപ് പറയില്ലേ, ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് വിമൽ കുമാർ ആണെന്ന് എന്ന് പറഞ്ഞാൽ നമ്പർ 1 പ്രബുദ്ധർ എന്ന് നമ്മൾ തന്നെ പറയുമ്പോൾ അർഹിക്കുന്നത്. നേരെ മറിച്ച് വേറൊരു സ്റ്റേറ്റുകാരനാണ് ഇത് പറഞ്ഞെങ്കിൽ നമ്മൾ മറുപടി പറയില്ല. പക്ഷെ ഇത് വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ തന്നെ പറയുന്നു. നമ്മൾ നമ്പർ 1 ആണ്. അപ്പൊ ഈ വിവരക്കേടും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും പാൽപ്പൊടിക്കാരന്മാരുടെ സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആകും. ഇവിടെ ഒരു കുന്തവും നടക്കില്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഇപ്പൊ ട്രംപ് പുതിയ അംബാസിഡറെ ഇങ്ങോട്ട് വിട്ടപ്പോഴത്തേന് ഇവിടെ പലരും വാർത്തകളൊക്കെ ചെയ്യുന്നത് കണ്ടു. അത് ഇന്ത്യയിൽ വലിയ മോദിയെ താഴെ ഇറക്കാൻ ട്രംപ് ആളെ വിട്ടിരിക്കുന്നത്. മോദിയെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി എത്രയോ വർഷമായിട്ട് അമേരിക്ക പണ്ടുതൊട്ടേ ആളെ ഇറക്കിയിരുന്നു. ഇവിടെ ഒരു പ്രമുഖ മാധ്യമം, ഞാനത് പേര് പറയുന്നില്ല, ആ മാധ്യമത്തിന്റെ സെലിബ്രേഷൻ, വർഷാവർഷമുള്ള സെലിബ്രേഷനും ആ മാധ്യമപ്രവർത്തകരുടെ ജന്മദിനവും ആഘോഷവും ഉദ്ഘാടനം ചെയ്യുന്നതും സമാപിക്കുന്നതുമൊക്കെ ഈ ഇന്ത്യയിലുള്ള ചൈനീസ് എംബസി ഉദ്യോഗസ്ഥർ ചെന്നൈ ഓഫീസിൽ, ആ പത്രത്തിന്റെ, ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ പത്രം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും പലർക്കൊക്കെ, ആ പത്രത്തിന്റെ ഓഫീസിൽ മുറിച്ച വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് നടക്കുവോ? അതായത് ചൈനീസ് എംബസി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു പത്രത്തിന്റെ ആളുകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അമേരിക്കൻ എംബസിയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യത്തെ നിവർന്നു നിൽക്കാനായിട്ടും നട്ടല് നിവർത്തി നീ പോ, ട്രംപല്ല ആരായാലും നടക്കില്ല എന്ന് പറയാൻ ഒരു ഏതായാലും ഈ പാർട്ടി വന്നിരിക്കുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധമൊന്ന് ഊഷ്മളമാക്കാനും മുറുകുണക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. എങ്ങനെയെങ്കിലും ട്രംപിന് നവംബർ ആകുമ്പോഴേക്കും വ്യാപാര കരാർ കുറച്ചെങ്കിലൊക്കെ ഒക്കണം. ഇന്ത്യ ഇപ്പൊ ഇച്ചിരി നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത് ഒരു തരത്തിലും, അതായത് പാല് കാർഷിക മേഖല നിങ്ങളെ അടുപ്പിക്കില്ല. അത് ഒരു യാഥാർത്ഥ്യവുമില്ല ട്രംപ് ചോദിക്കുന്നതിന്. കാരണം കേവലം 2% ഉൽപാദനമുള്ള ഒരു രാജ്യം പറയുകയാണ് 48% ഉൽപാദനമുള്ള ഒരു രാജ്യത്തോട് നിങ്ങളുടെ ആ 48% ഉൽപാദനത്തിൽ നിന്ന് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, ഞങ്ങളുടെ ഈ 2% നിങ്ങളുടെ അവിടെ കൊണ്ട് വിറ്റഴിക്കുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസവും അതിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 2 ദിവസമായിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രോശങ്ങളൊന്നും കേൾക്കുന്നില്ല. ഏതായാലും ഇനിയിപ്പോൾ സെലൻസ്കി ഇവിടെ എത്തുകയോ ട്രംപ് ഇവിടെ എത്തുകയോ യുദ്ധത്തിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇന്ത്യ എങ്ങാനും ഒരു മുൻകൈ എടുക്കുകയോ ചെയ്താൽ ട്രംപ് ഏത് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതും അറിയാൻ കഴിയുന്നില്ല.